നിലപാട് പറഞ്ഞിട്ടുണ്ടോ? നിലപാടേ ഉള്ളൂ, പുറകോട്ട് മുന്നോട്ടൊന്നുമില്ല, നിലപാടേ ഉള്ളൂ. മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത്? അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്നതാണോ അല്ലെങ്കിൽ ഇല്ലായിരുന്നു? അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യമില്ല. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു? മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. ഇവിടെ അൻവർ നൽകിയ പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മളെല്ലാവരുടെയും ഓർമ്മയുണ്ട്. ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടെ ചേർന്ന ഇടതുമുന്നണി യോഗവും തീരുമാനിച്ചത് ADGP MR അജിത് കുമാറിനെ കൈവിടേണ്ട എന്ന് തന്നെ. ADGP RSS കൂടിക്കാഴ്ചയിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ച ഘടകകക്ഷികൾ പോലും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് വഴങ്ങി. അന്വേഷണം അവസാനിക്കുന്നതുവരെ നടപടി വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പോലീസിലെ RSS സംഘം സർക്കാരിനെ പൊളിക്കുകയാണെന്ന വാദവുമായി PV അൻവർ ഇന്നും രംഗത്ത് വന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസടക്കം അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ADGP RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അതിനു പിന്നിൽ P ശശിയുമുണ്ട്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും PV അൻവർ ആഞ്ഞടിക്കുമ്പോൾ അതിനുപോലും മറുപടിയില്ലാതെ അവസാനിച്ചു ഇടതുമുന്നണി യോഗം. സർക്കാരിനെ പൊളിക്കാൻ പോലീസിൽ ഗൂഢശക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്നത് ആരാണ്? ഒത്താശ ചെയ്യുന്നത് ആരാണ്? ഇതിനൊന്നും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ മറുപടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേരുന്നു സ്വാമി സന്ദീപാനന്ദഗിരി, പ്രഭാഷകൻ തിരുവനന്തപുരത്ത് നിന്ന്, CPM ഇടത് സഹയാത്രികൻ ആയുർ ബിജു, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ, BJP നേതാവ് TP ജയചന്ദ്രനൊപ്പം മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം സ്വാമി സന്ദീപാനന്ദഗിരി, ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിക്കപ്പെട്ടു, അത് താങ്കൾ പറയുന്നുണ്ട്. താങ്കളെ പ്രതിയാക്കി RSSനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നും താങ്കൾ ആവർത്തിക്കുന്നുണ്ട്. മനസ്സിലാകാത്തത് ഇടതുപക്ഷത്തിന്റെ പോലീസ് ഈ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. അല്ല, ഇതില് ഈ നമുക്കറിയാലോ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ RSSന്റെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് നുഴഞ്ഞുകയറ്റം പോലീസിൽ മാത്രമല്ല, നമുക്കറിയാം അത് നീതിന്യായ വ്യവസ്ഥയിലുണ്ട്. പല ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇത്തരം നുഴഞ്ഞുകയറ്റം വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായിട്ട്, നിങ്ങൾക്കും അത് അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അതിന് ഈ സംഘപരിവാറിനെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ പൊള്ളത്തരങ്ങളെ ജനസമക്ഷം തുറന്നു കാണിക്കുന്നവരെ ഇങ്ങനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മതേതരത്വവും സാഹോദര്യവും നിലനിന്ന് കാണണം എന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഗാന്ധിജി മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളത് കൽബുർഗി മുതലായിട്ടുള്ളത് നമ്മളിത് എപ്പോഴും ആവർത്തിക്കാറുള്ളതാണ്. നമ്മൾ മാത്രമല്ല, പലരും ആവർത്തിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ആശ്രമം കത്തിയ ആ സമയം മുതൽ ഒരു നുണപ്രചരണം നടന്നിട്ടുണ്ട്, വളരെ ആസൂത്രിതമായ നുണപ്രചരണം. ആ നുണപ്രചരണത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആ സഹായത്തിൻ്റെ
സ്തുത്യർഹമായ സേവനമായിരുന്നു അക്കാര്യത്തിൽ പോലീസ് നിർവഹിച്ചതെന്നുള്ളത്. പോലീസ് എന്ന് പറഞ്ഞാൽ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, അതിൽ ചിലർ, നമ്മൾ അവരെ പുഴുക്കുത്തുകൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പുഴുക്കുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജന്റായിട്ട് ഷോളും ഇട്ട് അവിടെ ഇരുന്നത്. ആ ആള് നമ്മുടെ കേസ് അന്വേഷണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. TP സെൻകുമാർ മുതലായിട്ടുള്ളവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ബൂത്ത് ഏജന്റായി പ്രവർത്തിക്കുന്ന റിട്ടയർഡ് DYSP തുടങ്ങി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ഈ കേസിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്വാമി സന്ദീപാനന്ദഗിരി, ആ വിഷയങ്ങളൊക്കെ കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്തി. ആ വിഷയങ്ങളൊക്കെ താങ്കൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, അതറിയാം. PV അൻവർ MLA ഈ വിഷയത്തിനകത്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അത് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റമുണ്ട്, അല്ലെങ്കിൽ അതിന് വളരെ തലപ്പത്ത് നിൽക്കുന്ന ചിലർ ഒത്താശ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ, ഇത് മുഖ്യമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ലേ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഒരു MLA പോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന അല്ലെങ്കിൽ അത്തരം ഡാറ്റാസൊക്കെ ശേഖരിക്കുന്ന ഒരു സംവിധാനങ്ങളോ അതൊന്നും നമുക്കില്ല. നമുക്ക് ഈ ഗവൺമെന്റിലും മുഖ്യമന്ത്രിയിലും പരിപൂർണ വിശ്വാസവും എന്താ പറയുക, അടിയുറച്ച ആ ഒരു ഇതുണ്ട്. കാരണം ധർമ്മത്തിനൊപ്പം നിൽക്കും ഈ ഗവൺമെന്റ് എന്ന് തന്നെയാണ് നമുക്ക് ആ പ്രതീക്ഷയൊന്നും കൈവിട്ടിട്ടില്ല. ഈ സേനയിലെ പുഴുക്കുത്തുകളെ പോലീസ് ഇതിന് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അതേപോലെ നമ്മൾ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. കാരണം ഇത് ഇടിപിടി എന്നല്ല, അതിൻ്റെ ഒരു സമയം ഉണ്ടാവും. അതിൻ്റെ ആ സമയത്തിൽ അതിനൊരു എന്താ പറയുക, അതിനൊരു തീർപ്പുണ്ടാവും, അതിനൊരു അവസാനം ഉണ്ടാവും. ഒരു നല്ലൊരു ആ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. RSS നേതാക്കളെ കണ്ടതിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച CPM നേതാക്കളുമുണ്ട്. അത് സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴല്ലെങ്കിൽ സമയമെടുത്തുകൊണ്ട് അതിലൊരു തീർപ്പുണ്ടാകും, ധർമ്മമുണ്ടാകും എന്നുള്ള താങ്കളുടെ പ്രതീക്ഷ പൂർണ്ണമായും ഫലപ്രദമാണ്, അല്ലെങ്കിൽ അത് കൃത്യമാകും എന്നുകൂടി കരുതുന്നുണ്ടോ? അല്ല, ഈ മറ്റ് അപർണ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടത് നമ്മളല്ലല്ലോ അപർണ. കാരണം നമ്മളൊരു സന്യാസിയാണ്, ഈ ധർമ്മം പ്രചരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നമ്മുടെ ധർമ്മപ്രചരണത്തിന് എതിരായി നിൽക്കുന്ന ഇത്തരം, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ അപർണയ്ക്ക് അറിയാലോ നമ്മുടെ നിലപാട്. അത് സനാതന ധർമ്മത്തിന്റെ നിലപാടാണ്. ആ സനാതന ധർമ്മത്തെ, ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോഴാണ് ഇവർ നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ അത്ര ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളല്ല, ഒരു രാഷ്ട്രീയക്കാരനുമല്ല നമ്മൾ. അതുകൊണ്ട് സദയം നമ്മളോട് അത്തരം ചോദ്യങ്ങൾ നമുക്കറിയില്ലല്ലോ അതിന് എന്ത് മറുപടിയാണ് തരേണ്ടത് എന്നുള്ളത്. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ച് കുഴപ്പത്തിലാക്കുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ധർമ്മത്തിനൊപ്പം നിൽക്കും, താങ്കൾക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒപ്പം നിൽക്കും എന്നുള്ളതൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് വിഘാതമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായത് അത് മുകളിലുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് എന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. നടപടികൾ പോലും വൈകുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്ന് കരുതപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ മൂല്യങ്ങൾ, ഇടതുപക്ഷ മൂല്യങ്ങൾ ഒപ്പവും നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണോ? ഇല്ല അപർണ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണ ടീം, അതിലാദ്യം ഉണ്ടായിരുന്നവർ ശരിയായ രീതിയിലല്ല ഈ അന്വേഷണം നടക്കുന്നതെന്ന് നമുക്കൊരു ബോധ്യം വന്നപ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു അന്വേഷണം ഒന്നുകൂടെ നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ അന്വേഷണത്തെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതും ക്രൈംബ്രാഞ്ചിൽ ഈ അവസാനം കണ്ടെത്തിയിട്ടുള്ള ആ ടീം എല്ലാവരും തന്നെ അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ളവർ അങ്ങേയറ്റം പണിപ്പെട്ടിട്ടാണ് അവരെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുള്ളത്. അപ്പം അതും ഇതേ ഗവൺമെന്റും ഇതേ മുഖ്യമന്ത്രിയും തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ലല്ലോ. ഇവിടത്തെ അന്നത്തെ സ്ഥലം കൗൺസിലറായിരുന്ന BJP കൗൺസിലറായിരുന്ന ഗിരികുമാർ അറസ്റ്റ് ചെയ്തിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ, ഏകദേശം 1 മാസത്തോളം ജയിലിലായിരുന്നല്ലോ. അദ്ദേഹം മാത്രമല്ല, കുറേ പേര്. അപ്പോൾ ജാമ്യം കിട്ടാതെയാണ് കിടന്നിരുന്നത്.
അപ്പോൾ അതൊക്കെ നടന്നതല്ലേ? അപ്പോൾ സത്യം പുറത്തു വന്നിട്ടുള്ളതാണ്. അത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റേഷൻ SI പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പലതും മറച്ചു വെക്കാനും പലതും കേസുകളൊക്കെ പല തുമ്പുമാലും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നത് അപർണയ്ക്കൊക്കെ അറിയുന്നതല്ലേ, നമുക്കൊക്കെ അറിയുന്നതല്ലേ അത്. അപ്പോൾ അങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളെ കറക്റ്റ് ചെയ്യും, അതിൽ തർക്കമൊന്നും നമുക്കില്ല. ആ വിശ്വാസം ഒരിക്കൽ കൂടി പറയുന്നു, മുഖ്യമന്ത്രിയിലും ഗവൺമെന്റിലുള്ള ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരല്പസമയം കൂടി തുടരുക ശ്രീ സന്ദീപാനന്ദൻ. ഇപ്പം തിരിച്ചെത്താം. ശ്രീ N. ശ്രീകുമാർ, വിശ്വാസമുണ്ട് ഇടത് സർക്കാരിനെ, കൃത്യമായ രീതിയിൽ ധർമ്മം പുലർത്തപ്പെടും എന്ന് പറയുന്നു. ഒരു വശത്ത് അങ്ങനെ ഒരു പ്രതീക്ഷ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോഴും ആശ്രമം കത്തിച്ച കേസിലടക്കം, അട്ടിമറി ഉണ്ടായ കേസിലടക്കം വിരൽ ചൂണ്ടപ്പെടുന്നത് ആർക്ക് നേരെയാണ്? അയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ടോ? അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മറുവശത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷ കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നോക്കൂ അപർണ, സ്വാമി സന്ദീപാനന്ദഗിരിയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ്. അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിച്ചൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ CPM മനോഭാവമൊക്കെ പ്രകടമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. ഞാൻ അതിലേക്ക് ചർച്ച കൊണ്ടുവരുന്നില്ല. പക്ഷേ സ്വാമി സന്ദീപാനന്ദഗിരിയെ ഇത് പറയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളുണ്ടല്ലോ, ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് യോഗം തീർന്നു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏതാനും സഖ്യകക്ഷികളുടെയും പ്രഗത്ഭരായ നേതാക്കൾ 1 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് ഒന്നും തീരുമാനിക്കാതെ പിരിഞ്ഞു. എന്താണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ കരുതിയ പോലെ തന്നെ അന്വേഷണം നടക്കുന്നു, തീരുമാനമാവട്ടെ. അന്വേഷണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജീർണത എന്താണെന്ന് ഈ കാലഘട്ടം തെളിയിച്ചു തരികയാണ്. പ്രത്യശാസ്ത്രപരമൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം. അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ശാസ്ത്രവുമല്ല, സാമ്പത്തിക തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. ഒരു സ്വതന്ത്ര MLA നിരന്തരം ആക്ഷേപം ഉന്നയിച്ചിട്ടും ആ MLA എഴുതിത്തരണം എന്ന് പറയുന്ന ഒരു LDF കൺവീനറുടെ നിസ്സഹായാവസ്ഥ നമ്മളിവിടെ കണ്ടു. എന്തൊരു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഗവൺമെന്റിന്റെ ADGP RSS നേതാവിനെ കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ്. എന്താണ് അപർണ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമുക്ക് ഒരു സാധാരണ മലയാളിക്ക് മുമ്പിൽ ഈ ചോദ്യം എന്തൊരു അപഹാസ്യമാണ്. കണ്ടതല്ല പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടു, കുഴപ്പമില്ല. എന്തിനു കണ്ടു എന്നുള്ളത് അത് തന്നെയല്ലേ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ LDF ഗവൺമെന്റ് കൺവീനർ പറയേണ്ടത്? ഇന്നത്തെ ഈ ചർച്ചയിലെ ഘടകകക്ഷി നേതാക്കളെ മുഖ്യമന്ത്രിക്ക് വഴങ്ങി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അതിന് വലിയ കാര്യം കാണുന്നില്ല. കാരണം ഒരു മുന്നണിയെ നയിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ഒരു അപേക്ഷ മുന്നണിക്ക് മുമ്പിൽ വെച്ചാൽ ആ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിലുണ്ട്. അത് പ്രധാനമന്ത്രിമാർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്നുള്ള പദവിയോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ശരി, ഒരു സമയം തരുന്നെന്ന് പറയാം. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ പ്രശ്നം LDFിൽ തന്നെ ഇന്നും ഇടത് MLA ആരോപണം ഉന്നയിക്കുകയാണ്, ആക്ഷേപം ഉന്നയിക്കുകയാണ്, ആശ്രമം കത്തിച്ചതുമായി വെളിപ്പെടുത്തുക നടത്തുകയാണ്. എന്നിട്ടും LDF കൺവീനർക്കും അതുപോലെ നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും ഒന്നും മനസ്സിലാവാത്തതാണ് നമ്മുടെ വിഷയം. നോക്കൂ അപർണ, എന്താണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്? ഇത് പാർട്ടിയുമായി ബന്ധിപ്പിക്കേണ്ട, പാർട്ടിക്ക് പ്രശ്നമല്ല, ഗവൺമെന്റും മുഖ്യമന്ത്രിയും പറയും. LDF കൺവീനർ എന്താണ് പറയുന്നത്? ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യമാണ്, ഗവൺമെന്റ് അന്വേഷണം നടത്തുകയാണ്. ബിനോയ് വിശ്വം CPI സെക്രട്ടറി എന്താണ് പറഞ്ഞത്? ഇത് LDFമായി ബന്ധമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരാണ് ഉത്തരം തരേണ്ടത്? ഇതുപോലൊരു ജീർണാവസ്ഥയിൽ LDF എത്തിയത് LDF അല്ല ഇപ്പൊ സത്യത്തില്. ഇത് LDF എന്ന് ഞാൻ പറയാൻ എനിക്ക് നാണമാകുന്നു. കാരണം 1980 LDFിന്റെ ഭാഗമായിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്ത് LDF ആണിത്? ഒരു തീരുമാനം, 4 അഭിപ്രായം പറയുക, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുക. മുന്നണി കൺവീനറുടെ പത്രസമ്മേളനം അദ്ദേഹം ഒരു തമാശ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കുറെ ചിരിച്ച് കളിച്ച് തമാശ. അതാണോ ഇവിടുത്തെ പ്രശ്നം? ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇവിടെ, ഗുരുതരമായ ആരോപണങ്ങളാണ്, പോലീസിനെതിരെയാണ് ആരോപണം. ഇതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ശരി തന്നെ. മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിന്റെ മേലിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഘടകകക്ഷി നേതാക്കളും മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയണമെന്നാണ് ശരി. അപ്പോൾ പറയേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹം എന്താ പറയേണ്ടത്? ഈ LDF കൺവീനറോടൊപ്പം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കണമായിരുന്നു. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു, സംശയം ദൂരീകരിക്കണമായിരുന്നു.
സന്ദീപാനന്ദഗിരി സ്വാമിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വാമി എന്താണ് മുഖ്യമന്ത്രി താങ്കളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നേ വരെ? താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നത്? താങ്കളുടെ ആശ്രമം കത്തിച്ചതിന്റെ പിന്നിലെ ഗൂഢാലോചനയുണ്ടെന്ന് ഒരു ഇടതുപക്ഷ MLA പറഞ്ഞിട്ട് താങ്കൾ ആ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താങ്കളെ വിശ്വസിക്കാൻ പറ്റുമോ സ്വാമി? അതാണ് പ്രശ്നം. ഒരു കാര്യത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ് അപർണ? ഒരുപാട് ആരോപണങ്ങളും ദുരാരോപണങ്ങളുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ MV ഗോവിന്ദ മാഷ് പറഞ്ഞത് പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും പറയുന്നത് ആർക്ക് ബന്ധമില്ല. അപ്പൊ ബന്ധമുള്ള ഒരാൾ മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി ദുരീകരിക്കണ്ടേ? ഈ സംശയം ഇപ്പൊ ADGPയെ മാറ്റുമെന്ന് ദാ തൊപ്പി തെറിക്കും, ഇപ്പൊ കഴിയും, ദാ LDF യോഗം ചേരുന്നു, നിർണായകം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഒരു നിർണായകവും ഉണ്ടായില്ല. 1 മണിക്കൂർ കൊണ്ട് ചായ കുടിച്ച് പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. PC ചാക്കോ കയറുമ്പോ പറഞ്ഞു ഞങ്ങൾ അഭിപ്രായം പറയും. ചാക്കോ പുറത്തുനിന്ന് പറഞ്ഞോ എന്താണ് അഭിപ്രായം? NCPയുടെ ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് മുന്നണിക്കൊപ്പം കോൺഗ്രസ് മുന്നണിക്കൊപ്പം RSS വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതാവാണ് PC ചാക്കോ. എന്ത് തീരുമാനം പറഞ്ഞു PC ചാക്കോ RSSനെ കുറിച്ചവിടെ? അതുപോലെ തന്നെ പിരോയ് വിശ്വം എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ADGP എന്തിനാണ് പോയത്? ഏത് ശാസ്ത്രം പഠിക്കാൻ, ഏത് വിജ്ഞാനം പഠിക്കാനാണ് അദ്ദേഹം RSSകാരന്റെ കൂടെ പോയതെന്നല്ലേ ചോദിച്ചത്? ഇന്ന് ചോദിച്ചിട്ട് പറയണ്ടേ ഞങ്ങൾ LDFൽ പറഞ്ഞ അഭിപ്രായമാണെന്ന് പറയണ്ടേ? അവരൊക്കെ എന്താ പറയാതിരുന്നത്? പിന്നെ കൊച്ചു കക്ഷികളല്ലേ ബാക്കിയുള്ള NCP ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും JDU അവരുടെ അഭിപ്രായം പരസ്യമായി പറഞ്ഞു, മാറ്റണം എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ RJD ജനതാദൾ യുവിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. കാരണം അത് ആ കക്ഷി ഘടക കക്ഷികളുടെ നിലപാട് പറഞ്ഞു നിർത്താം. അവര് LDF കൺവീനർ പറഞ്ഞത് എന്താണ്? അന്വേഷണം നടക്കുകയാണ്, തീരുമാനം വരട്ടെ. 4-5 ദിവസമായിട്ട് അന്വേഷണം നടത്തിയിട്ട് ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? അന്വേഷണം എന്ന് തീരും? അതാണ് ചോദ്യം. അതാണ് LDF കൺവീനർ പറയേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും, എന്നിട്ടും നടപടി എന്ന് പറയണമായിരുന്നു. അതിനുള്ള മറുപടി ശ്രീ സ്വാമി സന്ദീപാനന്ദഗിരി, TP സെൻകുമാറിനോട് കാണിക്കാത്ത പരിഗണന, ജേക്കബ് തോമസിനോട് കാണിക്കാത്ത പരിഗണന, ADGP MR അജിത് കുമാറിനോട് കാണിക്കുമ്പോൾ ഇതിനകത്ത് വിരൽ ചൂണ്ടപ്പെടുന്നത് ADGPയിലേക്ക് മാത്രമല്ല, മറ്റ് ചില ഭാഗങ്ങളിലേക്ക് കൂടിയാണ്. അത് മുഖ്യമന്ത്രിയിലേക്ക് കൂടിയാണ്. 4-5 ദിവസമായിട്ട് കേരളത്തിലുടനീളം ചർച്ചകൾ നടക്കുന്നത് ആ തരത്തിലാണ്. അങ്ങനെ ആ തരത്തിൽ വിവാദങ്ങൾ മുറുകുമ്പോഴും ഇതിനകത്തൊരു കൃത്യമായ തീർപ്പുണ്ടാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നത് താങ്കളുടെ ഒരു ഇടത് മനോഭാവം കൊണ്ടു മാത്രമാണ്. പക്ഷെ അതിൽ സാങ്കത്യം ഉണ്ടാകുന്നില്ല എന്നാണ് കേൾക്കുന്നവർക്ക് തോന്നുക. മറുപടി? അല്ല പറഞ്ഞ അങ്ങനെയല്ല. അതായത് ഇപ്പൊ തന്നെ നോക്കൂ, നമ്മുടെ ഈ കേസ് അവസാനം കണ്ടെത്തുന്നത് എത്രയാ? 4 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ നമുക്ക് സുകുമാരക്കുറുപ്പിന്റെ കേസുണ്ട്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി ഇത് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് കോടതിയിൽ ഇനിയും വിചാരണ തുടങ്ങിയിട്ടില്ല. എത്ര കാലം കഴിയും ഇത് തീർപ്പാവുന്നതിന്? അപ്പൊ ഇതിന്റെ ഒരു വ്യവസ്ഥിതിയുടെ ആ ഭാഗമായിട്ട് ചിലപ്പം ഈ ആർക്കൊക്കെ എതിരായിട്ടാണോ അന്വേഷണം, ഈ പറഞ്ഞ പോലീസ് ഓഫീസേഴ്സിനെതിരായിട്ടുള്ള അന്വേഷണം വേണ്ടി വരും. ആ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാ ഇങ്ങനെയൊരു ഇത് പറയുന്നത്? അങ്ങനെ പറയാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, 1 മാസത്തെ സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപർണ. മറ്റതൊക്കെ രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമായിട്ടല്ല നമ്മളിതിന് സമാധാനം പറയുന്നത്. ഒരു ഗവൺമെന്റിനെ ഒരു പുറത്തു നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഓരോ കാര്യങ്ങളും ഇതേപോലെ പഠിച്ച് അതിന് നടപടി എടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിലാണ് അത് പറഞ്ഞത്. ഈ ഗവൺമെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ അന്വേഷണം DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുറത്തു വരുമ്പോൾ നടപടി എടുത്തോ എടുത്തില്ലേ എന്നുള്ളത് നമുക്ക് അപ്പം ചർച്ച ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഒറ്റ കാര്യം കൂടെ സ്വാമി പറയാനുള്ള പരിമിതി എനിക്കറിയാം, എങ്കിലും ചോദിക്കുന്നു. ഈ എല്ലായിടത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ടല്ലോ ഈ RSS അടക്കമുള്ളവർ എന്ന് താങ്കൾ പറഞ്ഞത്, എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറയും. ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് പരിമിതി ഉണ്ടെന്നറിയാം, ഉണ്ടെങ്കിൽ താങ്കൾ അത് പറയണ്ട. ഇടത് സർക്കാരിലും ആ നുഴഞ്ഞുകയറ്റമുണ്ടോ? അല്ല, ഇതിപ്പോ ഇടത് സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അല്ലല്ലോ പോലീസിൽ ആരൊക്കെ ഉണ്ട്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലപ്പോൾ ഉണ്ടാവും,
അതിന്റെയൊക്കെ ഉത്തരവാദിത്വം സർക്കാരിനല്ലല്ലോ. സർക്കാർ നോക്കുന്നത് എന്താണ്? ഇപ്പൊ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇന്ന് യോഗം കഴിഞ്ഞാൽ ഇടതുമുന്നണി യോഗം ഇല്ല, ഞാനത് സ്പെസിഫിക് ആക്കാം. ഇന്ന് ഇടതുമുന്നണി യോഗം എന്ത് നടപടിയെടുത്തു, എന്ത് തീരുമാനമെടുത്തു എന്നതെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ RSSന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇടതുമുന്നണിയിലുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇല്ല. അത് നമുക്ക് നന്നായി ഉറപ്പിക്കാൻ പറ്റും. അത് നമ്മൾ വെറുതെ നിങ്ങൾ ഉണ്ടാക്കുന്നതാ. അങ്ങനെ ഇല്ല. ആകെയുള്ളൊരു തുരുത്താണിത്. ഈ തുരുത്ത് നിങ്ങളായിട്ട് ഇല്ലാതെയാക്കരുത്. വളരെയധികം നന്ദി സ്വാമി സന്ദീപാനന്ദഗിരി. ഇവിടെ നമുക്ക് മതങ്ങളുടെ സൗഹാർദ്ദം, സ്നേഹം, സന്തോഷം ഇതൊക്കെ നമുക്ക് നിലനിന്ന് കാണണം. ഇത് ഇവിടെ വേറെ എവിടെയില്ലെങ്കിലും ഇവിടെയെങ്കിലും അത് ഉണ്ടാവണം. താങ്കളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്നു സ്വാമി സന്ദീപാനന്ദഗിരി. സമയപരിമിതി താങ്കൾ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ചുരുക്കുന്നത്. ഞാൻ ശ്രീ TP ജയചന്ദ്രൻ, BJP നേതാവ്, PV അൻവറിന്റെ ആരോപണത്തിൽ ഗവർണർ നേരിട്ടിടപെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയതടക്കം അതീവ ഗൗരവമേറിയ സാഹചര്യം. അതായത് രാജ്ഭവൻ പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നാണ്. അങ്ങനെയാണ് BJPയും കരുതുന്നത്, അല്ലേ? നോക്കൂ, ഇവിടെ അതീവ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ തന്നെ തനതായ പ്രവർത്തനങ്ങളെ എന്നും നഖശികാന്തം വിമർശിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു കാര്യം അടിവരയിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആടി ഉലയുകയാണ് ഇന്ന് ഈ കപ്പൽ. അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വിയോജിപ്പുകളും നിലപാടുകളും കൊണ്ട് ആനിവാര്യമായ പതനത്തിലേക്ക് ആ പ്രസ്ഥാനം എത്തുകയാണ്. സ്പീക്കർ പറയുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായി ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലും ഭരണചരിത്രത്തിലും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെ നഖശികാന്തം വിമർശിക്കുകയും നയങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ താൻ തെറ്റായ കാണുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി മറ്റൊരു ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഭരണകൂടവും കഴിവുകെട്ടവരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു. നോക്കൂ, ഒരു MLA തന്നെ പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ ഫോണുകൾ ചോർത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ADGPയുടെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഭാര്യമാർ, ഇവരുടെയൊക്കെ സംഭാഷണങ്ങൾ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ കയ്യിൽ ഇതാ എപ്പോഴും പൊട്ടിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കൈവശം ബോംബുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിലെ മാധ്യമ ലോകം പോലും അതിനോട് വേണ്ട രൂപത്തിൽ പ്രതികരിച്ചില്ല. ഒറ്റപ്പെട്ട ചർച്ചകളിൽ നമ്മളൊക്കെ പറഞ്ഞപ്പോഴും അതിന് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടിയില്ല. അവസാനം ഇന്ന് നമുക്കറിയുന്നു, പെഗാസസ് വന്നപ്പോൾ ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തു. ഒരു പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന് ഒരു MLAക്ക് ലൈസൻസ് ആരാണ് നൽകിയത്? അദ്ദേഹത്തിന് ഇത്തരത്തിൽ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങളുടെ ഗവൺമെന്റ് സമീപനം എന്താണ്? അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ വേറിട്ട അഭിപ്രായങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ചോദിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിന് പൗരന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള അവകാശാധികാരങ്ങൾ നൽകിയത്? ഏത് സംവിധാനം ഉപയോഗിച്ചാണ് അദ്ദേഹം കേരളത്തിലെ പത്രപ്രവർത്തകരുടെയും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒക്കെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്താനുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ് എവിടെ നിന്ന് കിട്ടിയത്? ഇതൊക്കെ പുറത്തുവിട്ടിട്ടും അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ഒരു ഗൗരവമായ ചോദ്യത്തിലാണ് ഗവർണർ ഇടപെടുന്നത്. അതോടൊപ്പം ഇന്ന് പോലീസ് സേനയ്ക്കകത്തും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കകത്തും നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു കഴിവ് സർക്കാരാണ് ഇത്, ഈ ഗവൺമെന്റ് കേരളത്തിലെ പൊതുവികാരത്തിന് വിരുദ്ധമാണ് എന്നുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഇപ്പോൾ അതാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് MLA മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ഇന്നലെ വരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് അപഖ്യാതി വന്നപ്പോൾ അദ്ദേഹം വല്ലതും പറഞ്ഞുവോ? ഒരു പാവപ്പെട്ട ദളിത് ചെറുപ്പക്കാരനെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അതിഹീനമായി കുത്തിക്കൊന്നതിന്റെ പോലീസിന്റെ കഴിവുകേടാണെന്നും ആ കേസ് അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവോ? ഒരു പാർട്ടി നേതാവ് ഒരു മേയർക്ക് കൊടുത്ത കത്തിന്റെ അന്വേഷണം, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതിയുണ്ടോ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയപരമായ ചേരിതിരിവ് പോലീസിനകത്തുള്ള പച്ചവെളിച്ചത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? കേരളത്തിലെ മറ്റൊരു വിഭാഗമായ ഫയർഫോഴ്സുകാർ ചിലർക്ക് ക്ലാസ് എടുത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അപ്പോൾ ഇവിടെയുള്ളത്
അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മറ്റെന്തൊക്കെയോ ആണ്. അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിലേക്കൊന്ന് നോക്കൂ. ഇപ്പോൾ തന്നെ മലപ്പുറത്ത് അദ്ദേഹം വിക്കറ്റ് വീണു എന്ന് പലപ്പോഴും പറയുമ്പോൾ ഇവരൊന്നും വിക്കറ്റ് വീണിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം. സുജിത് ദാസിന് പത്തനംതിട്ട SP-യും മലപ്പുറം SP-യെയും ഇന്ന് മാറ്റിയിരിക്കുന്നു. നോക്കൂ, മലപ്പുറം SP-യുടെ പോസ്റ്റ് റെക്കോർഡ് എന്താണ്? അദ്ദേഹം ഏതെങ്കിലും കൈക്കൂലി കേസിലോ ഏതെങ്കിലും അനധികൃത വിഭാഗത്തിലോ അദ്ദേഹം പിടിക്കപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടോ? എന്തിന്റെ പേരിലാണ് മലപ്പുറത്തെ മുഴുവൻ DYSP-മാരെയും മാറ്റിയത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അപ്രമാദിത്വമുള്ള ശക്തിയായിട്ട് അൻവർ ഏതോ ആളുടെയോ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശക്തനാവുകയാണ്. അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ കേരളത്തിലെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്നും ഏതറ്റം അദ്ദേഹത്തിന്റെ വലിയ വിദേശമായ ഏജൻസികൾ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ശ്രീ TP ജയചന്ദ്രൻ, അതാരാണ് എന്ന് BJP പറയാൻ കഴിയുന്നില്ല. അൻവറിന്റെ ആരോപണങ്ങളെ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ ഗവർണർക്ക് കഴിയുന്നില്ല, BJPക്ക് കഴിയുന്നില്ല. CPM ആണ് അൻവറിന്റെ ഈ ആരോപണങ്ങൾക്ക് പിറകിലെന്ന് താങ്കൾ പറയില്ലല്ലോ. പ്രതിപക്ഷമല്ല എന്ന് കോൺഗ്രസും പറയുന്നു. ഇതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? BJPക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ട് സ്റ്റേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പമില്ലേ? ഒരാശയക്കുഴപ്പമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. നോക്കൂ, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എത്രമാത്രമാണ് എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. പാർട്ടിക്കകത്ത് ഇപ്പോൾ 2 സ്ഥിരാകേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ചർച്ച നടക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വൃന്ദ കാരാട്ടും മറുപക്ഷത്ത് MA ബേബിയും വരുന്നു. ഇതിൽ ഒരു വിഭാഗമാവട്ടെ കേരളത്തിലെ മരുമകനെതിരായിട്ടുള്ള ഒരു വിങ്ങും ദേശീയ തലത്തിൽ കേരള മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിങ്ങും ഉയർന്നു വരുന്നു. അതിന്റെ മുമ്പിലുള്ള ഒരു ചട്ടുകവും പാവയുമാണോ ഇദ്ദേഹം എന്ന് നമുക്ക് അന്വേഷണത്തിലൂടെയും ഭാവിയിലൂടെയും കണ്ടെത്തേണ്ടതാണ്. മറിച്ചുള്ള ഒരു കാര്യം, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്നവരെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുത്തെ കേസുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു, അവിടുത്തെ പോലീസ് സേനയെ മുഴുവൻ തന്നെ കൊടുക്കണം, അദ്ദേഹത്തിന്റെ അനധികൃതമായ കുടിയേറ്റം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലപാടെടുക്കുന്നവരെ പുറത്താക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം സമീപകാലത്ത് സാക്ഷ്യപ്പെടുത്തുന്ന അൻവറിനെ പോലെയുള്ള ചില ആളുകളുടെ താല്പര്യത്തിന് ഒതുങ്ങാത്തവരെയും കൂടെ നിൽക്കാത്തവരെയും ഈ കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കില്ല. അതിന് അദ്ദേഹത്തിന് ഏതൊക്കെ തന്നെ സഹായം കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് ശ്രീ TP ജയചന്ദ്രൻ, ഞാൻ തിരികെ എത്താം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അന്വേഷണം കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF യോഗത്തിൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോഴും ADGPയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പുറത്തിറങ്ങിയ ശേഷം CPI പറയുന്നു, RJD പറയുന്നു. അതല്ല എന്തായാലും യോഗത്തിൽ എടുത്ത തീരുമാനം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണല്ലോ, ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണെങ്കിലും. ഈ TP സെൻകുമാർ വിഷയത്തിലൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനുണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചടിയുണ്ട്. ഇതൊക്കെ കാരണം കുറെ കൂടി കരുതലോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാം. ഇത്രയും വലിയ വിവാദങ്ങളും ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരു MLA ഇരുന്ന് ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും വളരെ അവധാനതയോടുകൂടി പോയാൽ മതി എന്നൊരു സർക്കാർ തീരുമാനിക്കുന്നതാകുമോ? അല്ല, ഇതില് TP സെൻകുമാറിന്റെ കേസും ഇവിടെ ഇപ്പൊ MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP എന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക, അല്ലാതെ അദ്ദേഹത്തെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ സെൻകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹം കേസുമായിട്ട് പോയി ട്രൈബ്യൂണലിലും കോടതിയിലും ഒക്കെ പോയിട്ട് അദ്ദേഹം കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചു വന്ന് തിരിച്ച് ഇവിടെ അദ്ദേഹത്തെ മറികടന്ന് ബെഹ്റയെ DGP ആക്കിയപ്പോഴാണ് അങ്ങനെ അദ്ദേഹം പോയത്. ഇത് അതുമായിട്ട് ഒട്ടും താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യമേ അല്ല. ഇവിടെ MR അജിത് കുമാറിനെതിരെ ഇടത് MLA ആയിട്ടുള്ള PV അൻവർ മുതലാളി കുറെ ആരോപണങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയില്ല. കാരണം അൻവർ സ്വയം പറയുന്നത് അദ്ദേഹം ഈ അജിത് കുമാറിന്റെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, അദ്ദേഹം മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ CPM ഈ അൻവറിന്റെ കയ്യിലുള്ള രേഖകളെല്ലാം എന്തൊക്കെയാണ് എന്ന് അവർക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ട് ഈ ദിവസവും പത്രസമ്മേളനം നടത്തുന്ന അസ്കിതയുള്ള അൻവർ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുറത്തുവിടും എന്ന് വിചാരിച്ച് കയ്യിലുള്ള അൻവറിന്റെ ആയുധശേഖരമെല്ലാം തീരട്ടെ എന്ന് വിചാരിച്ച് സമയം ചോദിച്ചു വാങ്ങുന്നതാണോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം, ഇത് സാധാരണ ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒളിക്കാനുണ്ട്. അത് CPM എന്ന പാർട്ടിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് എന്തോ ഒളിക്കാനുണ്ട്. അദ്ദേഹത്തിന്
പഴയതുപോലെയുള്ള പാണ്ഡൻ നായരുടെ ശൗര്യം പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇപ്പോൾ RSSനോട് നിലപാട് പറയാൻ വൈകാരികമായിട്ടുള്ള കവലപ്രസംഗങ്ങൾ നടത്താനും അല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വവും PC ചാക്കോയും വർഗീസ് ജോർജിനെയൊക്കെ പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കൾ അവിടെ പോയിട്ട് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അവർക്ക് കവാത്ത് മറക്കുന്ന ഒരു പതിവുണ്ട്. ഈ പത്രക്കാരെ കാണുമ്പോൾ മാത്രം വലിയ വായിൽ വർത്തമാനം പറയുന്ന ഈ മുതിർന്ന നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ഒന്ന് നോക്കിയാൽ ഇവരുടെ പലരുടെയും നാവടക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും ശബ്ദിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവർക്കല്ലെങ്കിലും കാര്യമായിട്ടൊന്നും ഈ സർക്കാരിൽ പാർട്ടിസിപ്പേഷൻ പോലും ഇല്ലല്ലോ. ഇപ്പോൾ ഈ CPIയുടെ മന്ത്രിമാർ പണ്ടൊരിക്കൽ തോമസ് ചാണ്ടിക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്ന് ഉള്ളത് വസ്തുതയാണ്. പക്ഷെ അതിനുശേഷം CPIയുടെ മന്ത്രിമാർ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന K രാജൻ ഉൾപ്പെടെ CPIക്ക് വലിയ നിലപാടുണ്ട് ഈ കാര്യത്തിൽ. അവിടെ പൂരം കലങ്ങിയതിനെക്കുറിച്ചും അജിത് കുമാറിനെ മാറ്റണം എന്നതിനെക്കുറിച്ചുമൊക്കെ. പക്ഷെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം വീണ്ടും ഇന്ന് ഇടതുമുന്നണി യോഗത്തിനും പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ ഈ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് തന്നെ തുടരാൻ പറ്റും. ഇവിടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ വാക്കുകൾ ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പിണറായി വിജയൻ ഇപ്പോഴും വിശ്വാസമാണ്. അതിപ്പോൾ ഈ ദൈവവിശ്വാസമുണ്ടല്ലോ, പലർക്കും ദൈവവിശ്വാസികളാണ്. ഞാനൊരു ദൈവവിശ്വാസി അല്ല. അപ്പോൾ ഈ ദൈവവിശ്വാസമുള്ളവർക്ക് ദൈവത്തിൽ എന്തായാലും വിശ്വാസം അത് എന്തു വന്നാലും ഉണ്ടായിരിക്കും, അത് മാറില്ല. അപ്പോൾ സ്വാമി സന്ദീപാനന്ദഗിരിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് ആ വിശ്വാസം തുടരാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. അത് അദ്ദേഹം തുടരട്ടെ. ഒരു കാര്യം മാത്രം അദ്ദേഹത്തോട് ഞാൻ വിയോജിക്കുന്നു. അദ്ദേഹം പറയുന്ന കേരളം ഒരു പച്ചത്തുരുത്തായിട്ടിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടാണ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം സ്വയം ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കേരളം എങ്ങനെയാണ് കേരളമായതെന്നും ആ മണ്ണിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതെന്നും ഒക്കെ അദ്ദേഹത്തിന് ചരിത്രബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വലിയ സ്വാമിയാണ്, അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ആളാണ്, പ്രഭാഷകനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിലും എതിർക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ള സാധാരണക്കാരുടെ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് 31 മുതൽ ഈ കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ആ സംശയം കുറച്ചുകൂടി ബലപ്പെടുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ തിരികെത്താം. ആയുർ ബിജു, 10-11 ദിവസമായി ഇടത് MLA PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വെളിപ്പെടുത്തലുകൾ നടത്തുന്നു, ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന കേൾക്കുന്ന പൊതുജനത്തിന് എന്താണ് നടക്കുന്നത്? പൂർണ്ണമായ നിയമലംഘനമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കപ്പലിലുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന തരത്തിലുള്ള വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകിൽ ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന MLA അതിൽ നിന്ന് തടയാനുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുക, പാർട്ടി കടക്കുക, CPM കടക്കുക, അതല്ലെങ്കിൽ ഇടതുപക്ഷം കടക്കുക, അതല്ലെങ്കിൽ ഈ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ നടപടികളിലേക്ക് കടക്കുക. ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത് അതാണ്. ഇത് രണ്ടുമില്ല, അല്ലെങ്കിൽ ഇത് മൂന്നും നടക്കാതെ എന്ത് സന്ദേശമായിരിക്കും സർക്കാരും മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ടാവുക? ഇപ്പോൾ അവൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്റെ മുന്നിൽ സംസാരിച്ച 3 പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സാങ്കത്യം എനിക്ക് അവർക്ക് വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള സമയം താങ്കൾ അനുവദിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് സന്ദീപാനന്ദഗിരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ PV അൻവർ MLA പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം തന്നെ അതിൽ വിഷയത്തിൽ പ്രശ്നക്കാരായ അല്ലെങ്കിൽ അതിൽ തിക്തഫലം അനുഭവിക്കുന്ന സന്ദീപാനന്ദഗിരി തന്നെ ഇവിടെ നിലപാട് വെളിച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് മറ്റൊരു വിശദീകരണം ഇനി എന്റെ ഭാഗമായിട്ട് ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഗവൺമെന്റ് വിശ്വാസമുണ്ട്. അപ്പോഴാണ് എനിക്ക് തൊട്ടുമുന്നേ സംസാരിച്ച ആരാണെന്ന് എനിക്ക് പേര് എനിക്ക് വ്യക്തമായി ആനന്ദ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് സന്ദീപാനന്ദഗിരിക്ക്
ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ താങ്കളെ വെല്ലുവിളിച്ചു പറയുന്നു, സന്ദീപാനന്ദത്തിന് ചരിത്രബോധവും താങ്കളുടെ ചരിത്രബോധവും തമ്മിൽ അളക്കാനുള്ള ഏതെങ്കിലും അളവുകോൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഒരു പരസ്യ സംവാദത്തിന് ഞാൻ താങ്കളെ അവിടെ അവസാനിപ്പിക്കുക. താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് എന്തോ മൂടി വെക്കാനുണ്ട്, ഒളിച്ചു വെക്കാനുണ്ട്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ആ പറഞ്ഞതിനെ വിശദീകരിച്ച് പറയണം. മുഖ്യമന്ത്രിക്ക് ഇന്ന കാര്യം ഒളിച്ചു വെക്കാനുണ്ട്. താങ്കൾ ഇങ്ങനെ കാടടിച്ച് വെടിവെക്കരുത്. താങ്കൾ പറയണം, മുഖ്യമന്ത്രിക്ക് ഇന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട്. എന്തോ എന്ന വാക്ക് പറയുമ്പോൾ താങ്കൾ വെറും ഒരു മൗഢ്യനാണ് എന്ന് ന്യൂസ് 18 പ്രേക്ഷകർ വിശ്വസിക്കും. കാരണം നിങ്ങൾക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ 5 മിനിറ്റ് നിങ്ങൾ എന്തോ എന്ന ഒരു വാക്കിൽ ചുരുക്കി. ഞാൻ വേണമെങ്കിൽ ഇതും തരാം. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തിൽ ഒളിച്ചു വെക്കാനുണ്ട്, മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്ന് പറയണം. അതിന് ധൈര്യമുണ്ടെങ്കിൽ താങ്കളെ ന്യൂസ് 18 ഫ്ലോറിലേക്ക് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സവിനസ്സരം താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പബ്ലിക്കായിട്ട് ഒരു ഒപ്പീനിയൻ ആയിക്കോട്ടെ, നാളെ സെക്രട്ടറിന് മുന്നിലാവാം, നമുക്ക് ഇരിക്കാം. ഞാൻ അത് അവിടെ അവസാനിപ്പിക്കും. ഇനി പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ നിങ്ങൾ ചർച്ച ചെയ്ത മുഴുവൻ വിഷയങ്ങൾക്കും ഉത്തരമായി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങൾ ശരിയാണെങ്കിൽ നടപടികൾ ഉണ്ടാകും. അതിൽ കൂടുതൽ എന്താണ് ഈ ന്യൂസ് 18 10,000-കണക്കിന് പ്രേക്ഷകർക്ക് കേൾക്കേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായ കൺവീനർ പറയുന്നു, ഇതിൽ ആരെങ്കിലും തെറ്റുകാരനാണെങ്കിൽ അവിടെ നടപടി ഉണ്ടാകും. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ പലപ്പോഴായിട്ട് പല രീതിയിൽ മുൾമുനയിൽ നിർത്തുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഒരു സ്വതന്ത്ര MLA ആയ PV അൻവർ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ കാതലായ അംശമുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ സംസാരിക്കും, നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാള് അദ്ദേഹം ഇടതുപക്ഷ MLA ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയതുകൊണ്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ MLA ആയതുകൊണ്ടോ അല്ലെങ്കിൽ CPIയുടെ ഒരു MLA ആയതുകൊണ്ടോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുവാൻ സാധ്യമല്ല. ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് ആണ്, ജനാധിപത്യ സംവിധാനമാണ്. അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു കാതലായ വിഷയമുണ്ടെന്നും അത് സംസ്ഥാന താല്പര്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ഇടപെടരുത്, അതിനോ എതിരാണെങ്കിൽ നടപടികൾ ഉണ്ടാകും. അതിൽ യാതൊരു തർക്കവുമില്ലെന്നേ. ഇനി നേരത്തെ ആരോ പറയുന്നുണ്ടായി, എന്തുകൊണ്ട് LDF കൺവീനറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല? ആ പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു BJPയുടെ നേതാവാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ BJPയുടെ നേതാവിന് ഞാൻ ചോദിക്കട്ടെ, NDAയുടെ കൺവീനറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചേർന്ന് എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? കർഷക സമരവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ജനങ്ങളെ കുത്തിക്കീറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി റോഡിൽ കൂടി കൊണ്ടുപോയപ്പോൾ എവിടെയായിരുന്നു സാറേ ബഹുമാനായ ജയചന്ദ്രൻ മാഷേ? ഇനി താങ്കൾ ഒരു കാര്യം പറഞ്ഞു, അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ മന്ത്രിസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നു. എന്താണെന്ന് താങ്കൾ പറയണം. അതീവ ഗുരുതരമായ വിഷയങ്ങൾ എന്താണ് എന്ന് താങ്കൾ പറയാൻ തയ്യാറാകണം. ഉണ്ടെന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഇന്ന വിഷയം ഈ സർക്കാരിനെ അലട്ടുന്നു എന്ന് പറയണം. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല താങ്കൾ പറയുന്ന അതെ ആയുർവേദ. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷമല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്, ഇത് നിങ്ങളുടെ മുന്നണിയിൽ ഒരു MLA ആണ് ഉന്നയിക്കുന്നത്. അതനുസരിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കണം, നടപടി എടുക്കണം എന്ന് പറയുന്നത് ഇടതു മുന്നണിയിലെ 2 ഘടകകക്ഷികൾ പുറത്തിറങ്ങി നിന്ന് പറയുകയാണ്. ഇത് പുറത്തു നിന്നവരോ മാധ്യമങ്ങളോ മറുപടി ആദ്യം പറഞ്ഞു. ഞാൻ വീണ്ടും അതിലേക്ക് വരാം. അതിനു മുന്നേ ഇവിടെ പറഞ്ഞ ആൾക്കാര്, അതായത് ഈ ചർച്ചയിൽ പങ്കെടുത്ത സഹപാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി തരാൻ അവസരം തരത്തില്ല എങ്കിൽ ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഒന്ന്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന്, എന്റെ ചോദ്യം ജയചന്ദ്രനോടാണ്, നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം എത്രയോ ഘടകകക്ഷികൾ, എത്രയോ മന്ത്രിമാർ രാജിവെച്ചു പോയി. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ വിഷയം എന്തായിരുന്നു? കർഷക സമരത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? എത്രയോ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചു എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അന്നൊക്കെ എവിടെയായിരുന്നു മിസ്റ്റർ ജയചന്ദ്രൻ? താങ്കളുടെ ഈ ആധിപത്യം, ഈ ഊർജം
ഒരു ചെറുവിരൽ അനക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ഇത് മുഖ്യമന്ത്രിക്ക് നേരെ പോലും ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് ആ കമ്പാരിസൺ മനസ്സിലാവുന്നില്ല ആയുർ ബിജു, ആ നടത്തുന്ന കമ്പാരിസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. ജയചന്ദ്രൻ പറഞ്ഞ വാക്ക് താങ്കളൊന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുന്നേ. താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിലും ന്യൂസ് 18 ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെന്നേ ഞാൻ കരുമ്പട്ടെ. കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടെന്ന് പറഞ്ഞ ജയചന്ദ്രൻ മാഷാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു സഹോദര, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയാണ് വർഗീയമായ ചേരിതിരിവില്ലാത്തത്? ഏത് സ്റ്റേറ്റിലാണ്? മൃഗത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ കഴിഞ്ഞ ദിവസവും ഒരു പാവപ്പെട്ടവനെ എന്തുത്തരവാദം പറയുക? കണ്ണടച്ചിട്ടാക്കിയാണ് ഈ വിഷയത്തിനകത്ത്. എന്താണ് ചോദിക്കുന്നത്, എന്താണ് ഉത്തരം പറയുന്നത്? അങ്ങനെ എന്നെ മാത്രം തടസ്സപ്പെടുത്തരുത്. ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നു. ഞാൻ എല്ലാവരോടും സമയം കൊടുത്ത ശേഷം ചോദിച്ചിരുന്നു. ഇനി ബഹുമാനായ ശ്രീകുമാർ സാർ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു കടുത്ത കോൺഗ്രസ്സുകാരനാണ് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം സന്ദീപാനന്ദഗിരിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റി ഇവിടെ ചിത്രീകരിച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സന്ദീപാനന്ദഗിരിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഭാവമില്ല. അദ്ദേഹം തികഞ്ഞ ഒരു സന്യാസിയാണ്. അതുകൊണ്ട് താങ്കൾ അത്തരത്തിൽ അദ്ദേഹത്തെ വലിച്ചൊഴിച്ചുകൊണ്ട് പോകരുത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ജീർണത എവിടെ ചെന്ന് നിൽക്കുന്നു? ഏത് സ്റ്റേറ്റിൽ ജീർണതയില്ലാതെ നിങ്ങൾ മൂന്ന് പേരുടെ ആരോപണങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒറ്റ സെക്കൻഡൂടെ ഉമ്മൻചാണ്ടിയുടെ മകനെ BJP ഗവൺമെന്റിന്റെ പാനലിൽ, അഡ്വക്കേറ്റ് പാനലിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹം BJPയിലേക്ക് ഒരു പാലം വലിക്കുന്നു എന്നതല്ലേ? നിങ്ങളുടെ ഒരു MP ശശി തരൂർ, അതേപോലെ പേര് വന്നിരിക്കുന്ന ശശി തരൂരിന്റെയും കൊല്ലം MP പ്രേമചന്ദ്രന്റെയാണ് BJPയിലേക്ക് പാലം വലിക്കുന്നു. കേന്ദ്രമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ, ഞങ്ങളല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഞാൻ തിരികെ എത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഈ കണ്ണടച്ചിരിട്ടാക്കുന്ന ആ വാദങ്ങൾക്ക് മറുപടി പറയുക ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയൊരു ആശയക്കുഴപ്പത്തിനകത്ത് നിൽക്കുന്നു. ഇത് ആരാണ്? ഇത് പ്രതിപക്ഷത്തിന് പോലും റോളില്ലാതാക്കി കളഞ്ഞുകൊണ്ട് PV അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ തരത്തിൽ ഇടതുമുന്നണിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോഴും ഇന്ന് LDF കൺവീനർ പറയുന്നത് എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ല. അൻവർ ഇതാണോ ചെയ്യേണ്ടതെന്നൊരു ചോദ്യം TP രാമകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ എഴുതി കൊടുക്കുകയല്ലല്ലോ, അങ്ങനെ എങ്ങനെയാണ് കൺവീനർക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ 10-11 ദിവസമായിട്ട് ഒരാൾ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് പൂർണ്ണമായി മുഖവിലയ്ക്ക് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഒരു വശത്ത് വരില്ലേ? അപ്പോൾ അന്വേഷണത്തിന് സമയം വേണം, അന്വേഷണത്തിന് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടണം, അത് പൂർണ്ണമായി അന്വേഷിക്കണം, അതിനുശേഷം നടപടിയിലേക്ക് പോകുക. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവധാനത അതിനകത്ത് വേണം. അതായിരിക്കുമോ ഇടതുപക്ഷം പറയുന്നത് ഇപ്പോൾ? നോക്കൂ അപർണ, ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഭരണകക്ഷിയിലെ ഒരു MLA, CPMന് വളരെ പ്രമുഖനായ വേണ്ടപ്പെട്ട ഒരു MLA ആണ് ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ തടുക്കാൻ CPMന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് CPM നേതാക്കൾ മറുപടി പറയാത്തത് കൊണ്ട് നമുക്ക് ഉത്തരവില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണിത്. ഇവിടെ RSS, BJP, CPM ബന്ധമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. കാരണം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലാവ്ലിൻ കേസ് 10 വർഷമായിട്ട് സുപ്രീം കോടതിയിലാണ്. 10-35 തവണ മാറ്റിവെച്ചു. ഇതെങ്ങനെ മാറ്റിവെച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ ഈ ബന്ധത്തിന്റെ കാര്യമൊക്കെ ഒരു പുതുമയുള്ള അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം RSSന്റെ ഇപ്പൊ പാർട്ടിക്ക് സാധാരണ നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് RSSുമായി ബന്ധത്തെക്കുറിച്ച് ഉറച്ച അഭിപ്രായം ഉണ്ടാവും. നോക്കൂ, ഇവിടെ RSSുമായി ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്ക് ഉറച്ച അഭിപ്രായം ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ശ്രീ ഷംസീറിന്റെ പ്രസ്താവനയാണ്. അതുപോലെ EP ജയരാജനെതിരെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞതെന്ന് അറിയാമോ? EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് സംഘടനാപരമായ നടപടി അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നുകൂടി ചർച്ചയിൽ ചോദിച്ചിരുന്നു, പിന്നെ ആ നടപടിയുടെ പേരെന്താണ്? EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടിയുടെ പേരെന്താണ്? അത് അവരുടെ മിനിറ്റ്സ് ബുക്കിലുണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷെ നോക്കൂ, ഇന്ന് LDF കൺവീനർ എന്താ പറയുന്നത്? സംഘടനാപരമായ നടപടി എടുത്തത്. അപ്പൊ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത്? പാർട്ടി സെക്രട്ടറി പറയുന്നത് സംഘടനാപരമായ നടപടി എടുത്തില്ല എന്ന്.
LDF കൺവീനറായ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണൻ പറയുന്നു നടപടി സംഘടനാപരമായ നടപടി എടുക്കുന്നു. നോക്ക്, ഇതൊരു പാർട്ടിയിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് ഈ പാർട്ടി എവിടെ എത്തി? അതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിപ്പോ വിചാരിച്ചാൽ LDF-ന്റെ യോഗം ചേർന്ന് എന്തോ മാറ്റിമറിക്കാൻ പോകുന്നത് നടക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ADGP-ക്കെതിരെ നടപടി എടുത്താൽ അത് മുഖ്യമന്ത്രിക്ക് ക്ഷീണമാകും, അതൊരു ഗ്രൂപ്പിന് ക്ഷീണമാകും. അത് പാർട്ടി സമ്മേളനങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ കൈപ്പിടിയിരിക്കുന്ന പാർട്ടി പോകും. അതൊക്കെയാണ് കാര്യം. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു അൻവർ ആരോപണമായിട്ടൊന്നും അവസാനിപ്പിക്കേണ്ട. ഇത് CPM ഇപ്പോൾ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതികൾ പറയും, ഘടകകക്ഷികൾക്ക് വഴങ്ങിയില്ലേ, നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാന ഘടകകക്ഷികളുടെ തീരുമാനത്തിനനുസരിച്ചാണ് എന്ന് പറയുന്ന CPM ഇവിടെ മുഖ്യമന്ത്രി ഘടകകക്ഷികൾക്ക് വഴങ്ങിയെന്ന് കേൾക്കില്ലേ? അത് കേൾക്കാതിരിക്കാനാണ് ഇന്ന് തീരുമാനം എടുക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ പാർട്ടിയിലെ ഒരു സാധാരണ രീതിയിൽ CPM-ന്റെ ഒരു യോഗം ചേർന്നാൽ അവർക്ക് ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഏത് വിഷയത്തിലും അവർക്ക് ഒരേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആ തീരുമാനം എന്താണ് അവർക്ക് വരാതിരിക്കുന്നത്? നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ? ആ പ്രസംഗത്തിൽ അദ്ദേഹം ഭൂതകാലത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതാണോ ഈ വിഷയം? ഇന്നത്തെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ജനങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഇപ്പൊ അപർണ ചോദിച്ചല്ലേ, അൻവർ ഇങ്ങനെ ദിവസം ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് LDF കൺവീനർ എന്താ പറഞ്ഞത്? എഴുതി തരുന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരോപണം ഉന്നയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? അൻവർ ആരോപണം ഉന്നയിക്കുന്ന നിർത്തണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പക്ഷ ബെഞ്ചിൽ നിന്നും മാറ്റും എന്നെന്താണ് പറയാൻ ധൈര്യമില്ലാത്തതാ പറഞ്ഞ? അപ്പൊ അതാണ് കേരളത്തിന്റെ സംശയങ്ങൾ. അതൊക്കെയാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ അൻവർ ഒരു മിടുക്കനായ ഇടതുപക്ഷ MLA ഞാനിപ്പോ കാണുന്നു. എന്താ അറിയാമോ? അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ഒരു കോൺഗ്രസ് പാരമ്പര്യയുടെ ആളാണ്. അതുകൊണ്ടോ അത് ഞാൻ മാറ്റി നിർത്തുകയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മുൾമുനയെ നിർത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും, അതായത് CPM-ന്റെ കരുത്തനായ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും LDF-നെയും അൻവർ ഓരോ ദിവസവും വട്ടം കറക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എഴുതിത്തരാൻ. അപ്പൊ എഴുതിത്തന്നാ ഇതിൽ പറഞ്ഞൊക്കെ എഴുതിത്തന്നാ ശരിയാകുമോ? പറഞ്ഞ പോരെ? അൻവർ പറഞ്ഞ കാര്യം എന്താണ്? ADGP-ക്കെതിരെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ADGP RSS നേതാക്കളെ കണ്ടു. അത് എന്തിനാ കണ്ടതെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മറുപടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യം പാർട്ടിക്കൊരു നയം വേണം, മുന്നണിക്കൊരു നയം വേണം. മുന്നണിയും പാർട്ടിയും ചേർന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ ഉള്ള ഒരു ആർജവം കാണിക്കണം. ഇത് ഒന്നും കാണിക്കാത്ത സമയത്ത് മുഖ്യമന്ത്രിയെങ്കിലും മറുപടി പറയണം. ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഉന്നയിക്കും. അതിന് ആരാ ബലം നൽകുന്നത്? CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. അവർ തന്നെയാണ്. ഇപ്പൊ അപർണ LDF കൺവീനറുടെ, ഷംസീറിന്റെ, അൻവറിന്റെ, ഗോവിന്ദ മാഷിന്റെ, TP രാമകൃഷ്ണന്റെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ, ഇവരുടെ ഒക്കെ MA ബേബിയുടെ, വിജയരാഘവന്റെ എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു വയ്ക്കൂ. ഒരെണ്ണം പോലും, എല്ലാം വ്യത്യസ്തമാണ്. അവിടെയാണ് ഈ പാർട്ടിയുടെ ജീർണത എന്ന് ഞാൻ പറഞ്ഞത്. അത് പ്രത്യയശാസ്ത്രപരമായ ജീർണതയല്ല, സാമ്പത്തിക ശാസ്ത്രപരമായ പഠനത്തിൽ നിന്നുണ്ടായ ജീർണതയല്ല, എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലുള്ള ജീർണതയായിട്ട് കുറെ കാലമായിട്ട് പ്രതിപക്ഷവും മറ്റു ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശ്രീ TP ജയചന്ദ്രൻ, നേരത്തെ അൻവർ ഈ തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുകയാണ്. അതായത് ഇത് കൃത്യമായി നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല സർക്കാരിന് എന്ന് വിമർശിക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം പോലീസിലും RSS-ന്റെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു, കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആ ആരോപണങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം നിൽക്കാം, അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നടപടിയിലേക്കും പോകാത്ത ഇടത് സർക്കാരിന്റെ മറു നിലപാടുണ്ട്. നിങ്ങൾക്ക് അതിനൊപ്പം നിൽക്കാം. ഈ രണ്ട് നിലപാടിൽ ഏതിനൊപ്പമായിരിക്കും BJP നിൽക്കുക? അല്ല അപർണ, ഇതിൽ രണ്ട് നിലപാടുകളിലും യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയ താല്പര്യത്തോടെ അട്ടിമറിച്ച നിരവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, തിരുവനന്തപുരത്തെ പാർട്ടി നേതാവ് കൊടുത്ത കത്ത് മുതൽക്ക് ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്കുണ്ടാകും. അട്ടിമറിച്ചതിൻ്റെ ഒരുപാട് കഥകൾ സിനിമാ ലോകത്തെ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ബഹുമാനപ്പെട്ട ആയൂർ ബിജുവിനോട് ബഹുമാനപൂർവ്വം പറയുന്നത്, സർ, ചർച്ചയിൽ കണ്ണും കാതും ഒക്കെ ഉള്ള ആളുകളാണ് വന്ന് കേട്ടിരിക്കേണ്ടത്.
ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ കൺവീനറും മുഖ്യമന്ത്രിയും തമ്മിൽ പത്രസമ്മേളനം നടത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന് ആവശ്യവുമില്ല. അതുകൊണ്ട് താങ്കൾ ഈ ചർച്ചയിൽ വരുമ്പോൾ ദയവ് ചെയ്ത് ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കാനുള്ള ഒരു സന്മനസ്സും ക്ഷമയൊക്കെ കാണിക്കുക. ഒരുപക്ഷെ താങ്കൾ ആലോചിക്കുന്നതാവും ചില ചർച്ചയിൽ എന്തുകൊണ്ടാണ് താങ്കളെ ഇറക്കി വിടുന്നത് എന്നും താങ്കൾ ഒന്ന് ചിന്തിക്കുന്നത് എന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല, അതിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങളാരോ എന്തൊക്കെയോ ആരോപണം ഉന്നയിച്ചു. സർ, ഞങ്ങളാരും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല മിസ്റ്റർ ആയുർ ബിജു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ ഒന്നും CPM പ്രതിനിധി വരാത്തത്? താങ്കളെപ്പോലെ ക്യാപ്സൂളും കൊടുത്തു വിടുന്ന ആളുകൾക്ക് അത് പ്രയോഗിക്കാൻ പോലും കഴിയാത്ത ഞങ്ങൾ എന്തിനു കുറ്റം പറയണം? താങ്കൾ പറഞ്ഞു അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അൻവറാണ്. സർ, അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയന് പിന്തുണ കൊടുക്കുന്ന കേരളത്തിലെ പ്രഗത്ഭനായ MLA അല്ലേ? രണ്ടാമത് നിങ്ങൾ ഇന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞത് BJPയോ കോൺഗ്രസോ അല്ല, മാധ്യമപ്രവർത്തക പത്രക്കാരനോ അല്ല, വക്കീലും അല്ല. രണ്ടാമത് ബിനോയ് വിശ്വം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രബലമായ കക്ഷി, ആ കക്ഷിയാണ് ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ അദ്ദേഹം ചെയ്യണമെന്ന്. അതുകൊണ്ട് KT ജലീൽ തള്ളി പറയുമോ നിങ്ങൾ? KT ജലീൽ വിക്കറ്റ് വീഴ്ത്തിയ കഥകൾ, വരാൻ പോകുന്ന വിക്കറ്റിന്റെ കഥകൾ, ഞങ്ങളുടെ രക്ഷപ്പെട്ട കഥകൾ. അതുകൊണ്ട് ഇതൊന്നും എന്റെയും ശ്രീകുമാരൻ സാറിന്റെയും ആനന്ദ് കൊച്ചുകൂടെയും ആരോപണങ്ങൾക്ക് നിങ്ങൾ തള്ളിക്കളയൂ. താങ്കളുടെ നേതാക്കന്മാരെ താങ്കളുടെ ഗവൺമെന്റിനെതിരായി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് ഉത്തരവുണ്ടോ? രണ്ടാമത്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാരും എന്തും മെഴുകി തീർക്കാൻ ചർച്ചയ്ക്ക് വരാത്തതെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? AKG സെന്ററിന് ക്യാപ്സൂൾ കൊടുത്തു വിടുമ്പോൾ അത് എവിടെയൊക്കെ പ്രയോഗിക്കണം, എന്തൊക്കെ പറയണമെന്ന് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ഇങ്ങനെ പറയരുത്. ഇനി ശ്രീകുമാരൻ സാറിന് ഒറ്റ ചോദ്യം സാർ, അല്ല, പുനർജനി കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാത്തതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അത് 2006 സതീശൻ വന്ന് RSSന്റെ പരിപാടിയിലെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് കൊണ്ടായിരുന്നോ? അതല്ല, 2013 പരിപാടിയിൽ അദ്ദേഹം വന്നത് കൊണ്ടാണോ? അതിന്റെ പേരിലാണോ പുനർജനി കേസ് മുന്നോട്ട് പോകാത്തത്? അതിന്റെ പേരിൽ ആ ഒരു ഇദ്ദേഹം വന്നതുകൊണ്ട് 2006 2013 RSSന്റെ പരിപാടികളിൽ മുഖ്യാതിഥിയായും പുസ്തക പ്രകാശനമെങ്കിലും അദ്ദേഹം പങ്കെടുത്തതുകൊണ്ട് 150 കോടി രൂപയുടെ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പൊ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പറയാൻ സാധിക്കുമോ? ഭാരതത്തിലെ ഏറ്റവും ആനന്ദ് കൊച്ചുകൂടി, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ശ്രീ TP ജയചന്ദ്രൻ. ആനന്ദ് കൊച്ചുകൂടി, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, താങ്കൾക്ക് മറുപടി ഉണ്ടാകും ആയുർ ബിജുവിന് പറയാൻ. അല്ല അപർണ, ഞാൻ അപർണ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അപർണയെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ അപർണ ഓരോ തവണയും ഈ ഗസ്റ്റ് ആരാ അല്ലെങ്കിൽ പാനൽ ആരാണ് എന്ന് ചോദിച്ച് ഇന്ന ആൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ അപർണ ഉണ്ടാക്കരുത്. ഇത് ഈ ഇത്രയും നിലവാരമില്ല ആൾക്കാരുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കില്ല എന്ന് ഞാൻ മുൻപേ അപർണയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഈ ഈ ആൾക്കാർ ഇറക്കി വിടുന്നതും ജനം TVയിലും ഈ പ്രൊഫഷണൽ ആയിട്ട് ചർച്ച നടത്തുന്ന ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ ദയവായിട്ട് എന്നെ വിളിക്കരുത്. ഈ ചർച്ചയുടെ മൊത്തം ഒരു ക്വാളിറ്റി അത് കുറയ്ക്കും എന്ന് ഞാൻ മുമ്പ് അപർണയോട് രഹസ്യമായിട്ടും ചാനലിൽ പരസ്യമായിട്ടും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഈ കാര്യത്തിൽ ഇപ്പൊ ഈ ഇടതുമുന്നണി ഒരു പാനലിസ്റ്റിനെ തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റിലെ വിനുജോണിനെ പോലെ ഏകപക്ഷീയമായിട്ട് ചർച്ച നടത്താം. അങ്ങനെ നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല, കാരണം അവർ പാനലിസ്റ്റിനെ തരാത്തത് കൊണ്ടാണ്. ഞാൻ ഉന്നയിച്ച വാദങ്ങൾ ഞാൻ കൃത്യമാണ് പറഞ്ഞതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം ചർച്ചയ്ക്ക് ഇരുന്നാൽ മതി. താങ്കൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താങ്കൾക്ക് പറ്റില്ല എങ്കിൽ ഇടതുപക്ഷക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ പറയുന്ന വിഡ്ഢിത്തത്തിന് മറുപടി പറയാൻ ഞങ്ങൾ ഉണ്ടെന്നേ. ഇനി ജയചന്ദ്രൻ സാറിനോട് കാര്യം പറയാം, എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കാതെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതോ LDFകാരൻ പങ്കെടുക്കാതിരിക്കുന്നതോ ഒന്നും അല്ല സാർ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനാവശ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ പറഞ്ഞ വാദങ്ങൾക്ക് പ്രതിവാദം തന്നെയാണ് പറഞ്ഞത്. അത് കാണാൻ പറ്റത്തില്ല എങ്കിൽ, കേൾക്കാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഇനി ചർച്ചയ്ക്ക് വരണ്ടെന്നേ. അതുകൊണ്ട് നിലവാരമൊക്കെ ആവാം മിസ്റ്റർ ആയുർ ബിജു, നിലവാരമൊക്കെ ആവാം. പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, എത്രയോ തവണ അല്ല ആ തരത്തിൽ പറയണ്ട, കാരണം അതിനിപ്പോ അങ്ങനെ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കണം എന്ന് താങ്കൾ തീരുമാനിക്കണ്ടല്ലോ. നമ്മൾ ഈ വിഷയമാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ തരത്തിലുള്ള ആരോപണങ്ങൾ അത്ര സുഖകരമാകില്ല, ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ദോഷമായതൊന്നും ഞങ്ങളുടെ സർക്കാർ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഭരണ നേതൃത്വം ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആധിപത്യം.
അതുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കേൾക്കുന്നവർക്കോ ചോദ്യം ചോദിക്കുന്നവർക്കോ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നവർക്കോ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ മുൾമുന വെച്ച ആനന്ദ് കൊച്ചുകൂടിയുടെ സമയമാണ്, ഒരു മര്യാദ കാണിക്കേ. ഞങ്ങൾക്കാവുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മര്യാദ കാണിക്കും. ആ മിനിറ്റ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഏത് തരത്തിലാണ് ഈ ചർച്ച പോകുന്നത് ഖേദകരമാണ്. അല്ല അപർണ, എനിക്കൊന്നും പറയാനില്ല. ദയവായിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കിയായിരിക്കും നല്ലത്. ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് മുൻപേ ഞാൻ അപർണയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് ഈ യൂട്യൂബ് ചാനലിലും ഇതുപോലെയുള്ള പ്രൊഫഷണൽ അല്ലാത്ത ജനം ടിവിയിലൊക്കെ പോകുന്ന ആൾക്കാരെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയാൽ മാത്രമല്ല നോക്കേണ്ടത്. ഈ വിഷയത്തിനകത്തേക്ക് ചർച്ചയ്ക്ക് കാതലായിട്ടുള്ള പരാമർശങ്ങൾക്ക് കടക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, സർക്കാരിനെ പൊളിക്കുന്നത് പോലീസിലെ ചില ഗൂഢസംഘങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ 80% പ്രേക്ഷകരും അതെ എന്നും 17% പ്രേക്ഷകർ അല്ല എന്നുള്ള അഭിപ്രായവും പറഞ്ഞിരിക്കുന്നു. മറുപടികൾ ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള മറുപടികളാണോ? ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായി ഉയർന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മറുപടികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ആ സംശയം പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ എങ്കിലും ഉണ്ടാകുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ആനന്ദ് കൊച്ചുകൂടി, എൻ ശ്രീകുമാർ, ടി പി ജയചന്ദ്രൻ, ഒപ്പം ആയുർ ബിജു, സ്വാമി സന്ദീപാനന്ദഗിരിക്ക്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.